ചെറിയ കഴിഞ്ഞ ദിവസം സൗദി പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു കരാറും അവർ തമ്മിലുള്ള ബന്ധമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടായ ഒരു സംശയമാണ്, ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നത് ആരാണോ പാകിസ്ഥാൻ ആക്രമിക്കുന്നത് അത് ഞങ്ങൾ ആക്രമിക്കുന്നതിന് തുല്യമാണെന്നാണ് സൗദി പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അങ്ങനെ ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ചാൽ സൗദി പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യ ആക്രമിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് പറയുകയാണ്, അത് അങ്ങനെ തന്നെയാണ്, ഞങ്ങളെ ഇന്ത്യ തൊട്ടാൽ ബാക്കി സൗദി നോക്കിക്കോളും. അതെ, വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഈ കേട്ടിട്ടുണ്ടോ, തന്നെയാ കേട്ടു. ചില പിള്ളേർ രാത്രി കിടന്നുറങ്ങും, ചാടി എണീറ്റ് അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് വിളിച്ചു പോകും. തന്നെ അതെ. അപ്പൊ ഇത് ഒരു ഭയം കൊണ്ട് സംഭവിക്കുന്നതാ. അപ്പോൾ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഭയം കിടക്കുക, നമ്മൾ പൂർണ്ണമായിട്ട്. അപ്പം ഇതുപോലെ ഇപ്പൊ പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എവിടുന്ന അടി വരുന്നത്, എവിടുന്ന് കിട്ടുന്നത് മാത്രമല്ല, നമ്മുടെ കൂട്ടൊന്നും അല്ലപ്പ. നമ്മളൊരു മര്യാദയുടെ രാജ്യമാണ്. നമ്മളൊരു അടി കൊടുക്കുന്നവർക്ക് അടി കൊടുത്തിരിക്കും, കൃത്യമായിട്ട് കൊടുത്തിരിക്കും. അത് കിട്ടിയവനത് ബോധ്യപ്പെട്ടേ പോകാനും പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ പലവട്ടം പറയും, ഞങ്ങളെ ഉപദ്രവിക്കരുത്, തിരിഞ്ഞു നമ്മുടെ ഒരു സിനിമ കണ്ടായിരുന്ന തന്നെയാ, ഒരു ജഗതി എങ്ങനെയാലും ജയിലിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അല്ല അതിന്റെ പേര് വിലാങ്ങൻ വരും, ആരെങ്കിലും അടിച്ച കേസായിട്ട് എന്ന് പറഞ്ഞ പോലെ അവനെ എടുത്തിട്ട് അവൻ പലവട്ടം പറഞ്ഞു ഞാൻ പോട്ടെ. അപ്പൊ ഇവന് കാല് ചെയ്യാത്തോടൊപ്പം വിചാരിച്ചു ഒന്നും ചെയ്തില്ല, അവസാനം അടിമ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളടുത്ത് കളിക്കാൻ വന്ന് നമ്മൾ പലവട്ടം അങ്ങനെ ഒഴിഞ്ഞു പോകുന്ന രാജ്യം. ഹോമിയോ പലവട്ടം പോയിട്ട് പിന്നെ നിവർത്തിയില്ലെങ്കിൽ നമ്മൾ കൈകാര്യം. പക്ഷേ അപ്പൊ ഈ ഇസ്രായേൽ അങ്ങനല്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് പവറാണ്. നമ്മൾ പല രാജ്യത്തും ഇസ്രായേൽ അങ്ങനെ ഹാർഡ് പവറാണ്. ഇപ്പം നമ്മളെ ധന്യ ഒരു രാജ്യമാണെന്ന് വെച്ചു ഞാൻ ഇസ്രായേൽ എന്ന് വെച്ചാൽ എന്നോട് ഇറക്കി അന്നേരം അടിയാ കൊണ്ടുവന്ന അവന്മാർ 4 ബോംബും കൊണ്ടുവന്ന് എൻ്റെ ഉണ്ടാക്കി കിട്ടു. അവർ കോംപ്രമൈസ് ഒന്നുമില്ല. ഇപ്പം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഖത്തറിനെ കയറി അടിച്ചല്ലോ. ഖത്തറിനെ കയറി അടിച്ചെന്ന് പറഞ്ഞാൽ ഖത്തർ കിടന്ന് അയ്യക്കാവ് വിളിച്ചു പോകുക. കാരണം എന്താണെന്നറിയാമോ, അവർക്കറിയാം ഇനിയും കിട്ടുമെന്ന്. അപ്പോൾ അതിനെങ്ങനെയാലും ഒരു കോംപ്രമൈസ് വേണം. വിളിച്ചു പോകുമ്പോൾ ആര് കേൾക്കാനുണ്ട്? ആരാ ഈ നാറ്റോ അല്ലെങ്കിൽ GCC അല്ലെങ്കിൽ അവിടെ ഈ ബേസുള്ള രാജ്യമാണല്ലോ. അവരൊക്കെ ചോദിക്കാതൊന്നും ഇസ്രായേൽ അടിക്കത്തൊന്നുമില്ല, ചെറിയ അടി കൊടുക്കുമെന്ന് പറഞ്ഞാണ് അടിച്ചു കാണും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇപ്പം ട്രംപ് പറഞ്ഞു നിർത്തി. അപ്പൊ ഈ നിർത്തി എന്നൊന്ന് പറയണ്ടേ, ഉത്തരവാദിത്തപ്പെട്ടവർ പറയണ്ടേ, അല്ലെ ഇപ്പം വീണ്ടും കയറി അടിക്കുമല്ലോ. അപ്പം അങ്ങനെ പറയിക്കാൻ വേണ്ടിയാ ഈ കമ്മിറ്റി കൂടിയത്, ഈ നാറ്റോ കൂടിയത്, മറ്റേ കൂടിയും. ഇവർ അവിടെ ചെന്നിട്ട് ഇവിടുന്ന് വാണം വിട്ടവർ കയറി വണ്ടി കയറി അങ്ങ് ചെന്നു വരാ ഈ നാറ്റോയുടെ GCC രാജ്യങ്ങളുടെ മീറ്റിങ്ങിനകത്ത് ഇവിടെ പ്രധാനമന്ത്രിയാണോ പ്രസിഡന്റാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കത്തിക്കണം, ഇസ്രായേലിനെ കത്തിക്കണം, കാറ്റണം, ഞങ്ങൾ കൂടെ അയക്കാൻ പറ്റാൻ മറിച്ചാന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ കൂടെ തുർക്കിയും പറഞ്ഞു, നെതന്യാഹു പറഞ്ഞു നേരത്തെ സ്കെച്ച് ചെയ്ത് വെച്ചേക്കുക. നമുക്കറിയാമല്ലോ, വളരെ കാലം മുമ്പേ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്ന് തോന്നുന്നു അന്ന് ചോദിച്ചതാണ്. കാരണം ഈ പറയുന്ന GCC രാജ്യങ്ങൾ ആകപ്പാടെ ആണവായുധമുള്ള രാജ്യം പാകിസ്ഥാനാണ്. മനസ്സിലായില്ലേ? മറ്റവൻ ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനായി ഇറാനെ വെച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ ആണവായുധം ഉണ്ടെന്ന് ഇവിടെ കണ്ടിട്ട് അന്ന് അവർ പറഞ്ഞാൽ ഞങ്ങളുടെ 2 ഫ്ലൈറ്റ് അവിടെ നിന്ന് ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടം വരെ വരണം. അന്ന് ഇത്രയും ആധുനിക സംവിധാനം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റീഫിൽ ചെയ്ത് പോകാൻ വേണ്ടിയുള്ള സ്പേസ് തന്നാൽ മതി, ഇവൻ്റെ ആണവായുധം ഇന്ന് തീർത്തേക്കുന്നു. അന്ന് അതിനുള്ള ധൈര്യം ഇത്രയും നട്ടലില്ലായിരുന്നു നമ്മുടെ അന്നത്തെ ഭരണാധികാരികൾ, അല്ലെ അന്നേ തീർത്തേനെ. അപ്പൊ അന്നേ ഇസ്രായേലിന് ഇന്ത്യ അന്ന് ബേസ് കൊടുത്തായിരുന്നെ അന്നേ ഇസ്രായേൽ പാകിസ്ഥാനെ അടിച്ചേനെ. അപ്പൊ പാകിസ്ഥാൻ നോക്കി വെച്ചേക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗാസയുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുദ്ധം ഈ മിഡിൽ ഈസ്റ്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇറാനെ സഹായിക്കുന്നു, ആണവായുധം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അവര് തമ്മിൽ പോണപ്പോൾ അന്നേരം ഇസ്രായേലിനെ അടിക്കാൻ വേണ്ടി കൊടുക്കാം. അന്നേ പറഞ്ഞു അടുത്തത് നീയാ. ഇപ്പൊ ഇതിന്റെ കൂടെ ഈ സംഭവത്തെ അങ്ങോട്ട് ചെന്നു, നമുക്ക് ഉണ്ടാക്കണം കേട്ടോ, നമുക്ക് ഈ നാറ്റോയുടെ കൂട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ട് അറേബ്യയിൽ ഉണ്ടാക്കിയിട്ട് ഇവനെ എല്ലാം അടിക്കണം, തിരിച്ചടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ അവർ നോട്ട് ചെയ്ത് തുർക്കി അവരടിക്കും. ഇനി ഈ പറഞ്ഞ പോലെ അടിച്ചു കഴിഞ്ഞിട്ട് അമേരിക്ക എന്ന് പറയും ഇനി അടിക്കില്ല എന്ന് പറയും. കാരണം തുർക്കി ഹമാസിന് ആയുധം കൊടുക്കുന്നുണ്ട്, ഹിസ്ബുള്ളയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഹൂത്തികൾക്ക് കൊടുക്കുന്നുണ്ട്. പലവട്ടം അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഈ തുർക്കിക്ക് ഏറ്റവും കൂടുതൽ സോക്കേട് ഒന്ന് ഈജിപ്തിന് പണ്ട് തൊട്ട്, ഈജിപ്റ്റ്, തുർക്കി, പാകിസ്ഥാൻ. തുർക്കി അടിക്കും, പാകിസ്ഥാനെ അടിക്കും. ഇപ്പം ഇതിൻ്റെ അകത്ത് അവിടെ ചെന്നിട്ട് നമ്മൾ ചില വീഡിയോകൾ ചെയ്ത് പറയത്തില്ലേ, ഇതുപോലെ നമ്മളെ ഒന്ന് കാണാൻ വന്നതാണ് സൗദി ചെന്ന് അല്ലേ, ഞങ്ങൾക്ക് ഇതുപോലെ നിവൃത്തികേടുണ്ട്, എന്തെങ്കിലുമൊക്കെ സഹായിക്കണം. അപ്പം നമ്മൾ എന്തെങ്കിലും കൊടുക്കുമല്ലോ, ഉള്ള സൗദിക്ക് കണ്ടവാനും പൈസ ഉണ്ട്, ഇവനാണെങ്കിൽ വല്ലവനെ മേടിച്ച് എന്നുള്ള അതിനുള്ള നിവൃത്തിയേ ഉള്ളൂ ഇപ്പം. അപ്പോൾ അവിടെ ചെന്നു ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഒരു കരാറൂടെ ഞങ്ങളുടെ ഈ അണുവായുധമൊക്കെ ഇരിപ്പുണ്ട്, പഴയതുപോലെ എടുക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ മോണ്ടിൽ കൊണ്ട് ബ്രഹ്മോസ് അടിച്ചേക്കുക, ചേട്ടൻ കാശ് തരാമെങ്കിൽ എങ്ങനെ മാറ്റി എടുക്കാം. അപ്പോൾ ശരി. അപ്പം പറഞ്ഞു ഞങ്ങളെ അടിക്കുവാണെങ്കിൽ നിങ്ങളപ്പം സൗദിയും പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമെങ്കിൽ നിങ്ങൾ നോക്കണം. ഇവിടെ ഇവനെ ആരാ അടിക്കാൻ പോകുന്നത്? ഇന്ത്യ അടിക്കാൻ പോകുന്നത്. ഇന്ത്യ എന്തിനാ അടിക്കാൻ പോകുന്നത്?
ഇവനെ കയറി നാളെ കാലത്ത് നമുക്ക് അടിച്ചിട്ട് വല്ലതും സാധിക്കണം. ഇന്ത്യക്കകത്തോട്ട് ഈ പറയുന്നത് പോലെ പകൽഗാം പോലുള്ള വിഷയം വന്നാൽ ഇന്ത്യ അടിച്ചിരിക്കും. അമേരിക്ക പറഞ്ഞ അടിക്കും, റഷ്യ പറഞ്ഞ അടിക്കുന്ന, പകൽഗാമിൽ ഞങ്ങൾ ആരൊക്കെ പറഞ്ഞു, ആര് പറഞ്ഞാലും അവസാനം അവർക്കറിയാം ഇന്ത്യ അടിക്കുന്നത്. അതുകൊണ്ട് സൗദിക്ക് ഇന്ത്യയായിട്ട് നല്ല ബന്ധമാണ്. സൗദി മാത്രമല്ല, ഈ നമ്മൾ ചിലവന്മാരുണ്ടല്ലോ ഒരിക്കലും നന്നാത്തവന്മാരുടെ ലിസ്റ്റിലുള്ളതല്ല. സൗദി അറിയാമല്ലോ, ആ രാജകുമാരൻ്റെ ഒക്കെ അവർക്ക് വികസനവും മറ്റു കാര്യങ്ങളും ഉണ്ട്. അവർക്ക് ഇനി കൂടെ നിൽക്കുമെന്ന് ചോദിച്ചേതാ, ഇതുപോലുള്ള ത്രെഡുകൾ വരുവാങ്കിൽ ഹൂത്തികൾ അടിക്കാമെങ്കിൽ ഇയാൾ എന്തോ പാകിസ്ഥാൻ കൂടെ അയക്കും, ഇവൻ ഹൂത്തിയുടെ കൂടെ അയക്കുന്നത്. അപ്പം ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ രാജ്യത്തിനകത്തൊരു വിഷയം വന്നാൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ കാണും, സാമ്പത്തികമായിട്ടും കാണും. ഞങ്ങളുടെ വിഷയം ഞങ്ങളുടെയും ഇതുപോലെ ഞങ്ങൾ മര്യാദയ്ക്ക് പോകുന്ന ആൾക്കാർ, ഞങ്ങളാരുടെയും പുറത്ത് കയറാനൊന്നും പോകുന്നവരിലും ഭീകരവാദത്തെ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നവരൊന്നുമല്ല. ഞങ്ങൾക്ക് ആ രീതി വരും ഇയാൾ കൊടുത്തു. അപ്പം ഇപ്പോഴേ സൗദി പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞാൽ നമ്മളെ കയറി ഇതുപോലെ 10 ഭീകരെ കയറ്റി വിട്ടിട്ട് അടി കിട്ടുമ്പോൾ സൗദിയുടെ കെയർ ഓഫ് വരുമെന്ന് പറഞ്ഞത്. സൗദി ഇപ്പം മട്ടം ആകപ്പാടെ വിട്ട് നിൽക്കുക. സൗദിയുടെ ഈ നീക്കത്തിനകത്ത് ഇസ്രായേലിന് ഈ ഹൂത്തി ആക്രമണം വരുമ്പം ഇസ്രായേൽ അത്യാവശ്യം സഹായിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകൾ, വലിയ ബിസിനസ്. ഇവന്റെ ഇവൻ ഇറങ്ങി പറഞ്ഞേക്കുന്നത് എന്തെന്ന് പറയും, സൗദിക്കൊന്നും സംഭവിക്കാനില്ല, ഞങ്ങളുടെ കൂടെ സൗദി ഉണ്ട്, ഞങ്ങളുടെ കൂടെ സൗദി ഉണ്ട്, ഞങ്ങളുടെ കൂടെ സൗദി ഉണ്ട് എന്ന് വിളിച്ച് പറയുക. ഞങ്ങളെ കയറി അടിച്ചാൽ ഞങ്ങൾ അവരടിക്കുമെന്ന് പറയാം. അവരെന്തൊന്നും പറഞ്ഞില്ല, അവർ പറഞ്ഞ കാര്യം ഞാനീ പറഞ്ഞ കാര്യമാണ്. ഇപ്പം നാളെ കാലത്ത് ഇത് മാറ്റി ഒരു ഒപ്പിടിച്ചോടെ വെച്ചിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതിന് കരാറിനകത്ത് വരുന്ന കാര്യം ഇവന്മാർക്ക് എന്തും വേണമെങ്കിലും പറഞ്ഞൂടെ. ഞങ്ങളുടെ കൂടെ ആളുണ്ട്, നമ്മുടെ ഇല്ല കൊച്ചിൻ കനിവയൊക്കെ ഇല്ല കീരിക്കാരൻ്റെ പുറയാണെന്നല്ലോ, വാടാ എന്ന് പറഞ്ഞുള്ള പരിപാടിയായത്, അല്ല വേറെ കാര്യമില്ല. അപ്പം അത് ഈ സൗദിയുടെ കൂടെ നമ്മൾ ഈ പറയുന്നത് പോലെ ബാക്കിയുള്ളവർ ചർച്ച ചെയ്യുന്നത് പോലുള്ളൊരു ജൂനിയർ നാറ്റോയും ഒന്നും അല്ല വരുന്നത്. ഈ പറയുന്ന അറബ് നാറ്റോ എന്നൊന്നും പറഞ്ഞാൽ വർക്കൗട്ട് ആവത്തില്ല. ഇപ്പം മറ്റേ നാറ്റോയ്ക്ക് നേതാവുണ്ട്, ആരാ? അമേരിക്ക ഉണ്ട്. 32 രാജ്യമുണ്ട്. അവർക്ക് ഏതാണ്ട് ബില്യൺ കണക്കിന് ടാർഗറ്റ് ഉണ്ട്. അതിൻ്റെ 25% അവർ അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇതിന് ട്രെയിനിങ് കൊടുക്കാൻ അമേരിക്ക ഉണ്ട്, ആയുധം കൊടുക്കാൻ. ഇവന് ആരാ ഉള്ളത്? അപ്പം നിങ്ങളെല്ലാം പറ, ഞാൻ കേൾക്കട്ടെ. 19 രാജ്യമുണ്ട്. ഏത് രാജ്യത്തിന് ആയുധം ഉണ്ടാക്കുന്ന ഒരു രാജ്യം തുർക്കിയേ ഉള്ളൂ. അവനെ നമ്മളെ അടിക്കാൻ അവൻ്റെ ആയുധം അണ്ടം കീറി. ലോകത്താർക്കും ഇപ്പം വേണ്ട. 1-2 രാജ്യം കൂടെ ഉള്ളൂ. വേറെ എവിടുന്ന് അമേരിക്ക കൊടുക്കണം ആയുധം? ഫസ്റ്റ് ആയി അവന്മാർ കില്ലർ സ്വിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കും അവന്മാർ. കാരണം ഇത് ചെന്ന് ഏതെങ്കിലും രാജ്യത്തിന്റെ മണ്ടയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ നിൽക്കും, താപ്പോട്ട് വീഴും. ഇത് അവന്മാർ ഈ ലോകത്ത് ആയുധം കൊടുക്കുന്നത് കില്ലർ സ്വിച്ച്. അപ്പോൾ അത് അമേരിക്കയുടെ മേടിക്കും. ഇത് ചുമ്മാ ആലോചിക്കാൻ മാത്രമല്ല, അമേരിക്ക ഇപ്പം തന്നെ പെട്ട് നിൽക്കുക. എനിക്കറിയാം, ജിയോ പൊളിറ്റിക്സ് എന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നവരില്ലേ, ആകപ്പാടെ അമേരിക്കയോട് നാറ്റോ ഇല്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് ആലോചിക്കുക. പണ്ടാക്കി അടിയാൻ പറഞ്ഞ് നിന്നാ നാറ്റോ G7 രാജ്യങ്ങളില്ല. കാരണം ഈ അവരൊക്കെ വേറെ രീതിയിലേക്ക് അത് കണ്ടോണ്ടേ ഇവന്മാരോട് നമുക്കൂടെ ഒന്ന് കൂടിയാലോ. നമ്മൾ കൂട്ടിയാൽ കൂടണ്ടേ, നല്ല സംവിധാനം വേണ്ടേ, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ RIC ഉണ്ട്, അല്ലെങ്കിൽ ബ്രിക്സിനകത്തോട്ട് നരേന്ദ്രമോദി ഇറങ്ങിയപ്പോൾ അതിനൊരു കൂട്ടായ്മയുണ്ട്. ഈ രീതിയിലേക്കുള്ള സംവിധാനമുണ്ട്. ഇത് ലോകക്രമത്തിനകത്ത് ആകപ്പാടെ ഈ GCC രാജ്യങ്ങളെ ഉൾപ്പെടെ ഉള്ളവരെ പെടുത്തി ജീവിക്കുന്ന അമേരിക്ക, അല്ലെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഇവരുടെ കെയർ ഓഫ് നിൽക്കുന്ന വരണ്ട് നിൽക്കുന്നുണ്ടല്ലേ ഈ സൈനിക താവളങ്ങൾ മൊത്തം അവിടെ കൊണ്ട് ഇറക്കിയേക്കുന്നത്. 10-700 സൈനിക താവളം അമേരിക്കയ്ക്ക് വെളിയിലുണ്ട്. ഇതിന്റെ മൊത്തം ഈ കിടക്കുന്ന പട്ടാളക്കാരന് മൊത്തവും കാശ് കൊടുക്കും. ഈ കിടക്കുന്ന പട്ടാളക്കാരന് മൊത്തവും എന്ത് കൊടുക്കണം? എല്ലാം കൊടുക്കണം. എന്നിട്ട് അവൻ്റെ പട്ടാളത്തിൽ ഇതിന് ചുമ്മാ നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് ഒരുത്തൻ ടെൻറ്റ് പിടിക്കാൻ കിടക്കുക, ഞങ്ങളുടെ ഫ്രണ്ടിൽ കിടക്കുക, നമ്മളവന് ചാപ്പാടും കൊടുത്തിട്ടേക്കും. അത്രയ്ക്ക് നിവർത്തികെട്ട രാജ്യങ്ങളാണ് GCC രാജ്യങ്ങൾ. അതായത് അത്രയ്ക്ക് അവരുടെ സുരക്ഷയ്ക്ക് അവർക്ക് കെൽപ്പില്ല. അതിന് സ്വന്തമായിട്ട് കെൽപ്പുണ്ടാക്കാൻ അവരെ സമ്മതിക്കത്തില്ല. ഉണ്ടാക്കിയാൽ പിന്നെ ഇവിടുന്ന് പെട്രോളും പൊട്ടിച്ചോട്ട് പോകാനും അവൻ്റെ കമ്പനി അവിടെ എടുക്കാനും ഇതുപോലെ അവന് ഓരോരുത്തർക്കും താവളം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ലെന്ന്. അപ്പം അതുകൊണ്ട് ഇത് നാളെ കാലത്തെ വർക്കൗട്ട് ആവുന്ന ഒരു വിഷയമല്ല. ഇതിപ്പോൾ ഇവർ തമ്മിലൊരു കരാറെന്ന്, ഈ കരാർ ഇങ്ങനെ ഇന്ത്യയുടെ പുറത്തെങ്ങും പാകിസ്ഥാൻ കയറി ചൊറിഞ്ഞേച്ച് പോയി അവിടെ ചെന്ന് ഈ സൗദി അറേബ്യ എടുത്ത് പറയുക ഓക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊച്ചാട്ടം പറഞ്ഞുള്ള കാര്യമൊന്നുമില്ല, അടിവഴി ചൂപ്പാട് വരും. സൗദി ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ട് ഞങ്ങളുടെ കെയർ ഓഫ് ഒന്നും പറയല്ലേ, ഞങ്ങൾക്ക് ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്.